അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈസ്റ്ററിൻ്റെ അന്ന് ഉണ്ടാക്കുന്നത് വിചാരിച്ച് വാങ്ങിച്ചു വെച്ച ബിരിയാണി റൈസ് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ച സമയത്താണ് ഈസ്റ്ററിൻ്റെ അന്ന് മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്ക് ക്ഷണം വന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈസ്റ്ററിൻ്റെ അന്ന് അവിടെ പോയി. അവിടെ ചെന്ന് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു. അവളുടെ അമ്മായിമ്മ നല്ല ഒന്നാം തരം പോർക്ക് ഫ്രൈയും ചിക്കൻ കറിയും ചക്കപ്പുഴുക്കും അതാണ് അവിടുത്തെ സ്പെഷ്യൽ. അപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. ചക്കപ്പുഴുക്ക് കണ്ടപ്പോൾ കമന്ന് വീണ എല്ലാവരും കൂടി. ഞാൻ അതൊക്കെ കഴിച്ച് ഉച്ചക്കിലത്തെ ഉച്ചഭക്ഷണവും രാത്രിയിലത്തെ ചക്കപ്പുഴുക്കും എല്ലാം കഴിച്ച് ഞങ്ങളങ്ങനെ രാത്രി വന്ന് ഇവിടെ സെറ്റായി. അപ്പോൾ പിന്നെ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല. നേരെ വെളുത്തപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളിത് വിറകടുപ്പിൽ ചെമ്പ് വെച്ചിട്ടുണ്ട്. ചെമ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇത് ചോറ് വെക്കാനായിട്ട് 4 ആൾ കൂടുമ്പോൾ ചോറ് വെക്കാനായിട്ട് മോനോട് പറഞ്ഞപ്പോൾ അവൻ വിളിച്ചത് ചെമ്പാണ്. അപ്പോൾ ആൾ പിന്നെ എന്തെങ്കിലും ചെറുതാക്കില്ല, ഒക്കെ നല്ല വലുതായിട്ട് വാങ്ങി കൊണ്ടുള്ളൂ. അപ്പോൾ ചോറ് വെക്കാൻ നമുക്ക് ഈ ചെമ്പ് പാകമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബിരിയാണി വെക്കാൻ നമുക്ക് ഈ ചെമ്പ് ഭയങ്കര വലുതാണ്. പിന്നെ തീയാണെങ്കിൽ പുകയുന്നുണ്ട്, പുറത്ത് നല്ല മഴക്കാരും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കണക്കിൽ വെച്ച വെള്ളത്തിനേക്കാൾ ഇതിൽ കൂടി വെക്കാം. അപ്പം മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ബിരിയാണി ചെയ്യാം. നമ്മൾ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീയൊക്കെ കത്തിച്ച് ചെമ്പ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഡാൽഡ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കത് മുഴുവനൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു പകുതി എടുക്കണുള്ളൂ. മഴക്കാരുള്ള കാരണം തോന്നണേ തീ അടുപ്പിൽ ഇപ്പോഴേ തന്നെ പുകഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം മഴ പെയ്ത് വരുമ്പോൾ എങ്ങനെ പുകയെന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണിലേക്കൊക്കെ പുകടിച്ചിട്ട് നിൽക്കാൻ പറ്റണില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഉണ്ടാക്കണ്ടേ നമുക്ക്. അപ്പോൾ അത് കാരണം ഊതി നിൽക്കണം. പിന്നെ നമ്മൾ ഡാൽഡ ചൂടായതിൻ്റെ അപ്പം നമുക്ക് ഇതിലേക്ക് സബോള ഇടാം. ഇപ്പോഴാണ് നമ്മുടെ തീ എൻ്റെ കൂടെ നിൽക്കണത്. ഞാൻ ഊതി കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു, മൂക്കി കൂടെ വെള്ളം വന്നു. പക്ഷെ ആ വെള്ളമൊന്നും ഇതിലേക്ക് എന്തായാലും ഞാൻ ചേർക്കില്ല കേട്ടോ. ചെമ്പ് ചൂടായി, സബോള ഇട്ടുണ്ട്. ഇപ്പോൾ ചൂടാന്ന് വെച്ചിട്ട് കാണാണ്ട് ഞാൻ ഇട്ടുപോയി. അപ്പോൾ പിന്നെയും തോന്നിയതൊന്നും ചൂടായിൻ്റെ അരിയാണ്. പക്ഷേ ഇതൊക്കെ മുമ്പ് ഒരു കാര്യം മറന്നു പോയിട്ടാ. തീ കത്താത്തതിൻ്റെ ആ ടെൻഷനിലാണ് മറന്നു പോയത്. നമുക്കിത്തിരി പട്ടയും തക്കോലവും വെരുംജീരകവും ഒക്കെ കൂടി ഇടാണ്ടായിരുന്നു. അത് ചതച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ ചതച്ചിട്ടൊന്നുമില്ല. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടുണ്ട്. തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് വെള്ളം, നമ്മളൊരു 1.5 കിലോ അരിയാണ് എടുത്തത്. അപ്പോൾ അരിക്ക് നമുക്ക് ഒരു 9 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പട്ടേര. ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇടണേ. പിന്നെ നോക്കിയിട്ട് വേണം. അരിക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇടണം. ഇനി ഈ വെള്ളം തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഞാൻ ഒരു 6 പ്രാവശ്യം കഴുകി വാല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് നോക്കി നിൽക്കാം. വെള്ളമൊക്കെ തിളച്ചു. നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഒരു തുള്ളി കയ്യിലെടുത്തിട്ട്, കൈയൊന്നും പൊള്ളിച്ചേക്കരുത്. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട്. റൈസിന് കണക്കാക്കി വേണമല്ലോ ഒരു ശേഖരം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. നമ്മൾ ബസ്മതി റൈസാണ് മേടിച്ചേക്കണേ. അതൊരു 5-6 പ്രാവശ്യം കഴുകി നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എനിക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരാ എന്താ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായിരിക്കും ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര്, കുറച്ച് തൈര് ഇതിലൊഴിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് മസാലപ്പൊടി ഇടുന്നുണ്ട്.
ഇനി നമുക്ക് ഇളക്കി വെള്ളം വറ്റുന്ന വരെ ഇങ്ങനെ ഇളക്കി നിൽക്കാം. അത് നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റാറായി. ഇനി തീ ഇത്തിരി കുറച്ചിട്ട് ഞാൻ, അല്ലെങ്കിൽ കൈ പെടും, അടി പിടിക്കാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ തീയൊക്കെ കെടുത്തി ഇതിൻ്റെ മുകളിൽ കുറച്ച് കണലൊക്കെ കോരിടാൻ ചെയ്യാൻ പോണത്. അപ്പോൾ കളറൊന്നും ചേർക്കണില്ല, ഇതേ കളറുള്ള മഞ്ഞ കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞു മഞ്ഞ കളറൊന്നും ചേർക്കണ്ട, ഇങ്ങനത്തെ റൈസ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും പിന്നെ ഞാൻ അപ്പോൾ നമ്മൾ തീയൊക്കെ കിടത്താൻ പോണ്. ഇനി ഈ ഉള്ള ചൂടിൽ ഈ വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് പാകമാവുമെന്നാണ് കരുതണത്. അപ്പോൾ അടുപ്പിൽ നിന്ന് നമ്മൾ വിറകൊക്കെ എടുത്ത് മാറ്റി ഇനി ഇതിന്ന് കണൽ വാരിയിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ പോവാം. ഇനി ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. ഇപ്പോൾ അടുപ്പിൽ നിന്നുള്ള തീയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ നോക്കാം, തുറന്ന് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാട്ടെ. അടിയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വേഗം ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് പിടിച്ച് നോക്കിയാൽ ഇതിൻ്റെ വേഗം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇളക്കി കൂട്ടാനായിട്ട് ഒന്ന് ചൂടാറണം. അപ്പോൾ ഞാൻ ചെമ്പ് അടുപ്പമെന്ന് ഇറക്കി താഴത്തേക്ക് വെക്കണ്ടേ. ഒരു തുറന്ന് വയ്ക്കാൻ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇളക്കി കൂട്ടാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞു. നമ്മളിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ടു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒത്തുണ്ട് ഒരു ശകരം നമുക്ക് എസൻസ് ഒഴിക്കാം കേട്ടോ. ഇനി നമ്മുടെ ബിരിയാണിയുടെ പണി കഴിഞ്ഞു. ഈ 2 മിനിറ്റ് എസൻസ് ഒഴിച്ചാൽ ഒന്ന് മൂടിയിരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ സെർവ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പോൾ ഒരാൾ ഇതിന് കോരിയിട്ട് തിന്നണേ ഇതിൻ്റെ മണം കേട്ടപ്പോൾ തുടങ്ങിയതാണ് ആൾക്ക് കഴിക്കാനായിട്ടുള്ളൊരു പൂതി തോന്നിയത്. അപ്പോൾ അതേ ആൾ വാരിയിട്ട് സ്വന്തമായിട്ട് കഴിക്കില്ല. എൻ്റെ മകൾ നന്നായിണ്ടാ, ബിരിയാണി റൈസ് നന്നായിയാ, ആൾ നന്നായിന്നാ പറയണേ. അപ്പോൾ പിന്നെ ഇനി ഒന്നും പേടിക്കാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെയുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, മകൾ ബൈ കൊടുക്ക്.